നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 28. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്ന് അറിവല്ലറിഞ്ഞിടേണം. എല്ലാവർക്കും ഏതെങ്കിലും വിഷയത്തെപ്പറ്റി എന്തെങ്കിലും അറിവുള്ളതായി കാണുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് ഒരുവൻ പറയുമ്പോഴും അവൻ തന്നെ സംബന്ധിക്കുന്ന ഒരു വ്യക്തമായ അറിവാണ് പ്രദർശിപ്പിക്കുന്നത്. ഒന്നും അറിയാൻ പാടില്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇരുളിലും അറിവ് മറഞ്ഞിരിക്കുന്നു. അതിനെ കഴിഞ്ഞ ശ്ലോകത്തിൽ ആത്മാവായി എടുത്തു കാട്ടുകയുണ്ടായി. എന്താണ് ഈ ഇരുൾ? വെറും ഇരുളല്ല, മറയ്ക്കുകയും മറമാറ്റുകയും ചെയ്യുന്ന അന്യോന്യം വിരോധമുള്ള രണ്ടു പ്രക്രിയകളുടെ സമ്മേളനം നാം ഇവിടെ കാണുന്നു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാവ് വൈരുദ്ധ്യാധിഷ്ഠിതമാണ്. എല്ലാറ്റിനെയും ഗോപനം ചെയ്യുകയും പാക്ഷികമായി തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആദിമസത്തയെ മതം ഈശ്വരനെന്ന് വിളിക്കുന്നു. ശാസ്ത്രം അതിനെ തന്നെ പ്രകൃതി എന്ന് പറയുന്നു. മനഃശാസ്ത്രജ്ഞൻ അതിനെ അപബോധം എന്ന് വിശേഷിപ്പിക്കുന്നു. മതവിശ്വാസികൾ അവരുടെ ലോകത്തെ തൈജസമെന്നും താമസമെന്നും രണ്ടായി പകുത്തുവയ്ക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ ഛേദനം എന്നും ജാഡ്യമെന്നും വകതിരിക്കുന്നു. മനഃശാസ്ത്രജ്ഞന്മാർ ബോധം എന്നും ബോധരഹിതമെന്നും വേർതിരിക്കുന്നു. ഇതിൽ താമസം, ജാഡ്യം, ബോധരഹിതം എന്നെല്ലാം പറയുന്നത് എല്ലാറ്റിനെയും മറയ്ക്കുന്നതാണ്. ജാഡ്യത അല്ലെങ്കിൽ ഇരുൾ എപ്പോഴും നമ്മുടെ മുൻപിൽ ഒരു ഇരുമ്പു മറ പോലെ നിൽക്കുന്നില്ല. അത് ഓരോ സമയത്ത് ഓരോ തരത്തിൽ ഏറിയും കുറഞ്ഞും കാണുന്നുണ്ട്. നാം ഉണർന്നിരിക്കുന്നു, സ്വപ്നം കാണുന്നു, ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നു. ഈ മൂന്നവസ്ഥകളെ യഥാക്രമം ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് വിളിക്കുന്നു. അവയുടെ സ്വഭാവത്തെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യാം. ഈ മൂന്നവസ്ഥകളെയും ഒന്നിച്ചെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഇരുൾ എന്ന് പറഞ്ഞത്. ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്നതായ അറിവ് ഈ മാറ്റങ്ങൾക്ക് വിധേയമല്ലാതെ ഇരിക്കുന്നു. അത് ശുദ്ധമായ അറിവാണെന്ന് പറയാം. അതിനെ തുര്യം എന്ന് വിളിക്കുന്നു. ആ അറിവിന് കൂടുതലോ കുറവോ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇവിടെ കാണപ്പെടുന്ന സർവചരാചരങ്ങളെയും മൂന്ന് കാലങ്ങളെയും വിഴുങ്ങി നിൽക്കുന്നതും ഒരു തരത്തിലുള്ള ഭേദബുദ്ധിയും ഇല്ലാതിരിക്കുന്നതുമായ തുര്യത്തെ മാത്രമേ ആത്മജ്ഞാനി അറിവായി കണക്കാക്കുന്നുള്ളൂ. ആത്മജ്ഞാനത്തെ മറയ്ക്കുന്നത് സോപാധികമായ അറിവാണ്. ഉപാധികളെ ആശ്രയിച്ച് നാനാരൂപത്തിലുള്ള വസ്തുബോധത്തെ ജാഗ്രത്തിലും സ്വപ്നത്തിലും ഉണ്ടാക്കുന്നതിന് വാസനകൾക്ക് കഴിയും. വാസനകളിൽ മുൻവിധിയിരിക്കുന്നു. മനസ്സിൻ്റെ
അപാരമായ ഈ കഴിവിനെ പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാരിൽ ഒരു വിഭാഗം ഗെസ്റ്റാൾട്ടൻ എന്ന് പറയുന്നു. അതിനെ ഒരിക്കലും പരമാർത്ഥമായ അറിവായി എണ്ണുവാൻ പാടില്ല. ഈ മാതിരി അറിവിനെ ഗുരു ഇടയിലിരുന്നറിയുന്ന അറിവായി ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. എൻസൈക്ലോപീഡിയയിൽ കാണുന്നത് ഈ ഇടയിലിരുന്നറിയുന്ന അറിവാണ്, ആത്മജ്ഞാനമല്ല.